നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ എസ്കേപ്പ് സ്പീഡ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എസ്കേപ്പ് സ്പീഡ് എന്താണെന്നും അതിൻ്റെ ഒരു ഡെറിവേഷനും ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ അത് മനസ്സിലാക്കുക, പഠിക്കുക. എന്താണ് എസ്കേപ്പ് സ്പീഡ്? ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അല്ലേ? എസ്കേപ്പ് ചെയ്യാനുള്ള സ്പീഡ്. എവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സ്പീഡാണ്? ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കി. അതായത് എർത്ത് ഇസ് അട്രാക്റ്റിംഗ് ഓൾ അതർ ബോഡീസ് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. എപ്പോഴും എനി ടു ബോഡീസ്, നമ്മൾ ഏത് രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ദർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഒരു മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏത് രീതിയിൽ ബോഡീസിൽ അനുഭവപ്പെടുന്നു, അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, ഹൈറ്റിനനുസരിച്ചിട്ട് എങ്ങനെ മാറുന്നു, ഡെപ്തിനനുസരിച്ചിട്ട് എങ്ങനെ മാറുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു ബോഡിക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ, ടു ഗോ ഔട്ട് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്, വാട്ട് ഈസ് ദ മിനിമം സ്പീഡ് റിക്വയർഡ്? ആ ഒരു സ്പീഡിനാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയാം. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വരും അല്ലേ? എന്താണ് കാരണം? ബിക്കോസ് എർത്ത് ഇസ് അട്രാക്റ്റിംഗ് ദാറ്റ് ഒബ്ജക്റ്റ് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. അപ്പോൾ എത്ര വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്താലാണ് അത് ഒരിക്കലും തിരിച്ചു വരാതെ എസ്കേപ്പ് ചെയ്യുക? അല്ലെങ്കിൽ അറ്റ് വാട്ട് സ്പീഡ് യു ഹാവ് ടു ത്രോ ആൻ ഒബ്ജക്റ്റ്, പ്രൊജക്റ്റ് ആൻ ഒബ്ജക്റ്റ് സോ ദാറ്റ് ഇറ്റ് ഗോസ് ടു ഇൻഫിനിറ്റി. ആ ഒരു സ്പീഡിനാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ മിനിമം സ്പീഡ് റിക്വയർഡ് ബൈ എൻ ഓബ്ജെക്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. ദാറ്റ് മിനിമം വെലോസിറ്റി ഓർ ദാറ്റ് മിനിമം സ്പീഡ് ഇസ് നോൺ ആസ് എസ്കേപ്പ് സ്പീഡ്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ബോഡി ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. ദാറ്റ് ഈസ് ഗിവൺ ബൈ -gme m ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു വസ്തുവിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വർക്ക്, അതിനുള്ള ഫോർമുലയാണിത്. u ഈക്വൽ ടു -gme m ബൈ ആർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എർത്തിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ എർത്തിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് റിക്വയർഡ്? സോ വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം r ഈക്വൽ ടു ആർ ഇ ടു ഇൻഫിനിറ്റി. r ഈക്വൽ ടു ആർ ഇ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദാറ്റ് ഈസ് ദി ഒബ്ജക്റ്റ് ഈസ് ടേക്കൺ ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഈ രണ്ട് കേസും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എസ്കേപ്പ് സ്പീഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻഫിനിറ്റിയിൽ നിന്ന് എർത്തിലേക്ക് ഒരു ഡിസ്റ്റൻസിലേക്ക്, എർത്തിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസിലേക്ക്, ഇൻഫിനിറ്റിയിൽ നിന്ന് ടുവേർഡ്സ് എർത്ത്, ഓക്കെ, ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു. അവിടെ ചെയ്യുന്ന വർക്ക് -gme m ബൈ ആർ. ഈ കേസിൽ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബോഡി ഈസ് ടേക്കൺ ഫ്രം എർത്ത് ടു ഇൻഫിനിറ്റി. ഓക്കെ, എർത്ത് എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് r ഈക്വൽ ടു ആർ ഇ, അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ദാറ്റ് ഈസ് gme m ബൈ ആർ, ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്നുള്ളത് നമുക്ക് എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ ആ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് സൈൻ നമുക്കില്ല അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? വർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമാണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വി നീഡ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. So it is with the help of an external agency we are taking an object from the surface of earth to infinity, and the work required is gme m by r അല്ലെങ്കിൽ re എന്ന് തന്നെ നമുക്ക് കൺസിഡർ. അപ്പോൾ ഇത്രയും വർക്ക് ആവശ്യമാണ്.
that must be given from an external agency. പുറമേ നിന്ന് ഒരു ഏജൻസി ഇത്രയും വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വെൻ R1 ബോഡി ഈസ് ടേക്കൺ ഫ്രം R1 to R2. അപ്പോൾ ആ കേസിൽ പല രീതിയിൽ നമുക്ക് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് സർഫസിലേക്ക് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. So this is the work done to move the body from the surface of earth to infinity. G_MEM divided by R. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ബോഡിയെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഇത്രയും വർക്ക് ആവശ്യമാണ് അല്ലേ? ആ ഒരു വർക്ക് വി ഹാവ് ടു പ്രൊവൈഡ് ഇൻ ദ ഫോം ഓഫ് ദ കൈനറ്റിക് എനർജി. ഓക്കെ, ഇത്രയും എനർജി ആവശ്യമാണ് ബോഡിക്ക് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും എനർജി നമ്മൾ പുറമേ നിന്ന് സപ്ലൈ ചെയ്യണം. ഏത് ഫോമിൽ? ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി. So the body can escape from the gravitational pull of earth only if the kinetic energy is equal to the work done in overcoming gravity. അപ്പോൾ കൈനറ്റിക് എനർജി ഇത്രയും എനർജിക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഡണ്ണിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ കൈനറ്റിക് എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബോഡിക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ലെറ്റ് VE is the escape velocity or escape speed. അപ്പോൾ കറസ്പോണ്ടിങ് കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് mv². ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ നമ്മൾ കണ്ടു കൈനറ്റിക് എനർജി മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് വർക്ക് ഡൺ. ഓക്കെ, അല്ലെങ്കിൽ ആവശ്യമായ വർക്ക് കൈനറ്റിക് എനർജിയുടെ ഫോമിൽ ബോഡിക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഹാഫ് mv² ഈക്വൽ ടു G_MEM ഡിവൈഡഡ് ബൈ RE. ഈ ഒരു കാര്യമാണ് ഇതിൽ കീ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ എസ്കേപ്പ് സ്പീഡ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വെൻ ദ ബോഡി ഈസ് ടേക്കൺ ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു ഇൻഫിനിറ്റി സം എനർജി ഈസ് റിക്വയർഡ്. കാരണം എന്താ? ഈ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് ബോഡിയെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്ത് ബോഡിക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. ആ എനർജി ഇറ്റ് ഈസ് സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോൾ ഇഫ് VE ഇസ് ദി എസ്കേപ്പ് സ്പീഡ് ദെൻ കറസ്പോണ്ടിങ് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mve². അപ്പോൾ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഹാഫ് mve² മസ്റ്റ് ബി ഈക്വൽ ടു G_MEM by RE. ഇത്രയും എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൊടുത്താൽ മാത്രമേ ബോഡിക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. So now you can easily find out that is VE² equal to 2GME divided by RE. M രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യാം. Then VE equal to root of 2GME divided by RE. Okay, root of 2GME by RE. അവിടെ നമുക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാം. G equal to GME by RE². മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. Means acceleration due to gravity equation. അതിൽ നിന്ന് GME equal to G into RE². You can substitute that. So VE equal to square root of 2 GME ക്ക് പകരം GRE² by RE equal to root of 2GRE equal to 11.2 kilometer per second. അപ്പോൾ 11.2 kilometers per second. If you are projecting a body with a velocity 11.2 kilometers in 1 second, ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ എന്നുള്ള സ്പീഡിൽ ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ കം ബാക്ക് ടു എർത്ത്. അത് പിന്നെ തിരിച്ച് ഭൂമിയിലേക്ക് ഒരിക്കലും എത്തില്ല. എന്ത് സംഭവിക്കും? ഇറ്റ് എസ്കേപ്സ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ എർത്ത് ഫോർ എവർ. അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് എന്നേക്കുമായി എസ്കേപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്പീഡിനാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. Now the escape speed of a body depends on what all factors. ഒരു പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് സ്പീഡ്, അതായത് ഒരു പ്ലാനറ്റിൽ നിന്ന് ബോഡി എസ്കേപ്പ് ചെയ്യുന്ന ഒരു സ്പീഡ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിപ്പോൾ എർത്തിൻ്റെ എസ്കേപ്പ് സ്പീഡാണ് നമുക്ക് കിട്ടിയത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇഫ് യു ആർ കൺസിഡറിങ് മാസ്
എസ്കേപ്പ് സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് യു ആർ കൺസിഡറിങ് ജൂപ്പിറ്റർ, അത് മറ്റൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എസ്കേപ്പ് സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി പ്ലാനറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. പ്ലാനറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത്, ഇപ്പം മൂൺ സാറ്റലൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ സാറ്റലൈറ്റിൻ്റെ മാസിനെ, ഇപ്പോൾ മൂണാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൂണിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ മൂണിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, മൂണാണെങ്കിൽ മൂണിൻ്റെ വാല്യൂ ഓഫ് ജി, അതും അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ്. അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലാനറ്റ് ടു പ്ലാനറ്റ്. ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ്കേപ്പ് സ്പീഡിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി പ്ലാനറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സൈസ് ഓഫ് ദി പ്ലാനറ്റ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സപ്പോസ് യു വോണ്ട് ടു പ്രൊജക്റ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 2 കിലോഗ്രാം. 2 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് പുറത്തേക്ക് വിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ബോഡിയുടെ മാസിനെ എസ്കേപ്പ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി പ്രൊജക്റ്റഡ്. ഏത് ബോഡിയാണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ മാസ് ഓഫ് ദി പ്ലാനറ്റ് ആൻഡ് ദി റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഏത് ഒബ്ജക്റ്റ് നമ്മൾ ഭൂമിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും, ഏത് ഒബ്ജക്റ്റ് ആയാലും, വാട്ട് എവർ ബി ദ മാസ്, ദ എസ്കേപ്പ് സ്പീഡ് ഇസ് 11.2 km/s. അപ്പോൾ ഇത്രയും സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഏതൊരു വസ്തുവും അതിൻ്റെ മാസ്, അതിൻ്റെ വലിപ്പം എന്ത് തന്നെയായിരുന്നാലും ദേ ക്യാൻ ഗോ ഔട്ട് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്. അപ്പോൾ മൂണിൻ്റെ ഒരു എസ്കേപ്പ് സ്പീഡ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, മൂണിൻ്റെ റേഡിയസ് അതുപോലെ തന്നെ മാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മൂണിൻ്റെ എസ്കേപ്പ് സ്പീഡ് കണ്ടെത്തി കഴിഞ്ഞാൽ യുൽ ഗെറ്റ് 2.3 km/s. ഓക്കെ, 2.3 km/s. അതുകൊണ്ട് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി. എർത്തിൻ്റെ ഒരു വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ എസ്കേപ്പ് സ്പീഡ് ഇൻ മൂൺ ഇസ് വെരി സ്മോൾ. അതുകൊണ്ട് തന്നെ ദ ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ ഈസിലി എസ്കേപ്പ് ഫ്രം ദ മൂൺ. അതുകൊണ്ടാണ് മൂണിൽ ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ. മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് വളരെ ഈസി ആയിട്ട് മൂണിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ കഴിയും. കാരണം മൂണിൽ എസ്കേപ്പ് സ്പീഡ് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. കൃത്യമായിട്ട് അത് എഴുതി പഠിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.